നമസ്കാരം. കിടപ്പുമുറിയുടെ ഈ വശത്താണോ നിങ്ങൾ കട്ടിലിട്ടിരിക്കുന്നത്? ഇത്രയും കാലം ചെയ്തത് തെറ്റാണ്. ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞാൻ ഇതിനെക്കുറിച്ച് പറയുകയാണ്. വാസ്തുശാസ്ത്രത്തിൽ അടുക്കളയ്ക്കും കിടപ്പുമുറിക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇവിടെ വയ്ക്കുന്ന ഓരോ സാധനത്തിനും അതിൻ്റേതായ സ്ഥാനമുണ്ട്. അവ മാറിയാൽ വലിയ വില കൊടുക്കേണ്ടി തന്നെ വരും. ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കിടപ്പുമുറിയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കിടപ്പുമുറിയിൽ കട്ടിലിടുന്ന സ്ഥാനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. രാവിലെ വലതുവശത്തേക്ക് തിരിഞ്ഞു വേണം നമ്മൾ എഴുന്നേൽക്കുവാനായിട്ട്. ഇങ്ങനെ എഴുന്നേറ്റിരിക്കുമ്പോൾ കാണുന്നത് കിഴക്ക് ദിക്കും സൂര്യപ്രകാശവും ആയിരിക്കണം. ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉടനീളം പോസിറ്റീവ് ഊർജ്ജവും ആരോഗ്യവും സമ്മാനിക്കുമെന്നാണ് വിശ്വാസം. കിഴക്ക് അല്ലെങ്കിൽ തെക്ക് ദിശയിലേക്ക് തലവെച്ച് കിടന്ന് ഉറങ്ങുന്നത് വളരെ നല്ലതാണ്. ഇത് വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ മുറിയിലെ കട്ടിൽ ഈ ദിശകളിൽ അനുസരിച്ച് വേണം ഇടുവാനായിട്ട്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്, നമ്മൾ തെക്കോട്ട് എടുക്കുന്നു അല്ലെങ്കിൽ തെക്ക് ദിശയിലേക്ക് കിടന്നുകൂടാ, ഇങ്ങനെയൊരു സംസാരം നമ്മുടെ നാടുകളിൽ മൊത്തത്തിലുണ്ട്. പക്ഷേ ഈ പറയുന്നത് നമ്മൾ തെക്കോട്ട് വേണം ശരിക്കും തല വെച്ച് കിടക്കാനായിട്ട്. രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ തെക്ക് ദിശയിലേക്ക് തല വെച്ച് കിടക്കുന്നത് ഏറ്റവും അനുയോജ്യമാണ്. അതുപോലെ തന്നെയാണ് കിഴക്ക് ദിശ. ഈ രണ്ട് ദിശയും പറ്റില്ലെങ്കിൽ മാത്രം നമ്മൾ വടക്ക് ദിശയിലിട്ട് തല വയ്ക്കാൻ പാടുള്ളൂ. കിടപ്പുമുറിയിൽ വയ്ക്കാൻ പാടില്ലാത്ത ചില ചിത്രങ്ങളുമുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ പണ്ടൊരു വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്. പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെയോ ദുഃഖം തോന്നിപ്പിക്കുന്നതോ ആയ ചിത്രങ്ങൾ വീടിനുള്ളിൽ വയ്ക്കുവാൻ പാടില്ല. ഇത് എത്രയും പെട്ടെന്ന് മാറ്റി പോസിറ്റീവ് ഊർജ്ജം തരുന്ന ചിത്രങ്ങൾ വയ്ക്കുക. എപ്പോഴും ഇളം നിറത്തിലുള്ള വയ്ക്കുന്നതാവും ഏറ്റവും ഉചിതം.